ഇന്നലെ വൈകുന്നേരത്തോടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ ധീരജവാൻ വി വസന്തകുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അങ്ങ് ബീഹാറിലും ഉത്തർപ്രദേശിലും ബംഗാളിലും അടക്കം 12 സംസ്ഥാനങ്ങളും തീങ്ങുകയായിരുന്നു. വസന്തകുമാറിനെ പോലെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകുകയായിരുന്നു രാഷ്ട്രം. പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട CRPF ജവാന്മാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാവിലെ മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജന്മനാടുകളിൽ എത്തിക്കുകയായിരുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഭീകരതയുടെ ഇരകളായി ജീവിക്കേണ്ടി വന്ന ഇന്ത്യ രാജ്യം ജവാന്മാരുടെ ജീവത്യാഗത്തിന് മറുപടി ചോദിക്കുമെന്ന് ഉറക്കെ പറയുകയായിരുന്നു. ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അവർക്ക് വേണ്ടി ധീരതയോടെ നെഞ്ചുറപ്പോടെ സെല്യൂട്ട് നൽകിയവർ നിരവധിയായിരുന്നു. ഉത്തരാഖണ്ഡിലെ മോഹൻലാൽ എന്ന സൈനികന്റെ മൃതദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ മകൾ തല ഉയർത്തിപ്പിടിച്ച് നൽകിയ സല്യൂട്ടിലുണ്ട് രാജ്യത്തിന്റെ ധൈര്യം മുഴുവൻ. 12 സംസ്ഥാനങ്ങളിലായി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാഷ്ട്രത്തിന്റെയും സമുദായത്തിന്റെയും സമ്പത്തിന്റെയും ഭേദങ്ങളൊന്നുമില്ലാതെ ഒത്തുചേർന്ന ആയിരങ്ങളുടെ സാന്നിധ്യത്തിലാണ് 40 CRPF ജവാന്മാരെയും ഇന്നലെ രാജ്യം യാത്രയാക്കിയത്. UPയിലെ കനൌജിൽ പ്രദീപ് സിംഗ് യാദവിന്റെ മകൾ 10 വയസ്സുകാരി സുപ്രിയ തലകറങ്ങി വീണപ്പോൾ താങ്ങാൻ ഒരു 100 കൈകളുണ്ടായിരുന്നു. അവളുടെ അനുജത്തി 2.5 വയസ്സുകാരിക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. അച്ഛൻ പോയെന്ന് അവൾ തിരിച്ചറിയാനിരിക്കുന്നതേയുള്ളൂ. ആഗ്രയിലെ കർഹായ് ഗ്രാമത്തിൽ കൗശൽ കുമാർ റാവത്തിന്റെ മകൾ അപൂർവ പറഞ്ഞു, അച്ഛന്റെ രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്ന്. ബീഹാറിലെ ഭഗൽപൂരിൽ നിന്നുള്ള രത്തൻ കുമാർ ഠാക്കൂറിന്റെ അച്ഛൻ നിരഞ്ജൻ ഠാക്കൂർ പറഞ്ഞത് തന്റെ 2ാമത്തെ മകനെയും സൈന്യത്തിലേക്ക് അയക്കുമെന്നാണ്. അനുജനെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്നായിരുന്നു അവന്റെ സ്വപ്നം. 2ാമത്തവനെയും ഞാൻ സൈന്യത്തിലേക്ക് തന്നെ അയക്കും. രത്തന്റെ മരണം വെറുതെയാകരുത്. വാക്കുകൾ ഇടറാതെ ആ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്. രത്തനും ഭാര്യ രാജ്നന്ദിനിയും 2ാമത്തെ കുഞ്ഞിന്റെ ജനനം കാത്തിരിക്കുകയായിരുന്നു. വൈകിട്ട് ശ്രീനഗറിലെത്തിയിട്ട് ഫോൺ ചെയ്യാമെന്ന് വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ആ വിളിയുണ്ടായില്ല. കാൺപൂർ സ്വദേശിയായ പ്രദീപ് കുമാർ സ്ഫോടനമുണ്ടാകുമ്പോൾ ഭാര്യ നീരജയോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അതിനിടെയാണ് സ്ഫോടനം ജീവനെടുത്തത്. തിരികെ വിളിക്കാൻ നീരജ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. പിന്നാലെ സ്ഫോടനത്തിന്റെ വാർത്തയെത്തി. ഇനിയൊരിക്കലും ഫോണിനപ്പുറം പ്രദീപ് ഉണ്ടാകില്ലെന്ന ഏറ്റവും ദുഃഖഭരിതമായ അറിവും. ലീവ് കഴിഞ്ഞ് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രദീപ് ജോലി സ്ഥലത്തേക്ക് മടങ്ങിയത്. 2 പെൺമക്കളാണ് പ്രദീപിനും നീരജയ്ക്കും. ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലെ തിലക് രാജ് 1 മാസക്കാരൻ മകനെ കാണാൻ കഴിഞ്ഞയാഴ്ച വീട്ടിലെത്തിയിരുന്നു. തിങ്കളാഴ്ചയാണ് ജോലി സ്ഥലത്തേക്ക് മടങ്ങിയത്. 3 വയസ്സുള്ള മറ്റൊരു മകനുമുണ്ട്. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മകനെയോർത്ത് അഭിമാനമുണ്ടെന്നാണ് കൊടുംവേദനയിലും ഇന്നലെ തിലകിന്റെ അച്ഛനമ്മമാർ രാമറാവുവും ബിമലാദേവിയും പറഞ്ഞത്. വയനാട്ടിലെ ലക്കിടിയിലെ വസന്തകുമാറിന്റെ ഫേസ്ബുക്ക് പേജിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ FB പോസ്റ്റ്. ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്ത ചിത്രം ഷെയർ ചെയ്തിരിക്കുകയാണ്. പട്ടാള ടാങ്കിൽ ഒരു സൈനികൻ നിൽക്കുന്ന ആ ചിത്രത്തിന് മേൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾ സുഖമായി ഉറങ്ങിക്കോളൂ, ഞാനിവിടെ ഉണർന്നിരിക്കാം. അതേസമയം പുൽവാമയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഓരോരുത്തരുടെയും ഓരോ കണ്ണീർ തുള്ളിക്കും മറുപടി നൽകുക എന്നതാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപനം. സൈന്യത്തെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾ ക്ഷമ പാലിക്കണം. പുൽവാമയിൽ വീരമൃത്യു വരിച്ചവരുടെ ത്യാഗം വൃഥാവിലാവില്ല. ജവാന്മാരുടെ കുടുംബത്തോടൊപ്പം രാജ്യവുമുണ്ട്. പുതിയ രീതികളും നയങ്ങളുമുള്ള ഒരു പുതിയ ഇന്ത്യയാണിത്. നമുക്ക് നേരെ നിറയൊഴിക്കുന്നവരെയും നമ്മുടെ സൈനികരെ ലക്ഷ്യം വയ്ക്കാൻ തോക്കുകളും ബോംബുകളും നൽകുന്നവരെയും വെറുതെ വിടില്ല. അവരെ സ്വസ്ഥമായി ഉറങ്ങാൻ അനുവദിക്കില്ല. മോദിയുടെ വാക്കുകളെ വിശ്വസിക്കുകയാണ് ഇന്ത്യൻ ജനത മുഴുവൻ. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള രാജ്യാന്തര സമ്മർദ്ദങ്ങളും ഇതിനിടെ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് വ്യക്തമാക്കി US ഭീകര സംഘടനകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായവും അവയുടെ ആസ്തികളും മരവിപ്പിക്കാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു.